ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കുബേര ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാനയൊക്കെ മെയിൻ വേഷത്തിൽ വന്നൊരു പടമാണ്. ആക്ച്വലി ഇത് DSP ആണ് ഗൈസ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ വൺ ലൈൻ സ്റ്റോറി കില്ലാണ്. എന്തോ ബെഗറായിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെ എന്തോ റിച്ച് ആവുന്ന എന്തോ സംഭവമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പണ്ട് കണ്ട രീതിയിലല്ല, വേറെ രീതിയിലൊക്കെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അഭിനയത്തിന് ഞാൻ ആക്ച്വലി എക്സിലെ ട്വിറ്ററിലൊക്കെ കണ്ടിരുന്നു ഒരുപാട്. ഇത് എന്തോ ധനുഷിന് അവാർഡ് കൊടുക്കണം, നാഷണൽ അവാർഡ് കൊടുക്കണം, അത്രയും കില്ലോണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും നേരെ ട്രെയിലർ കണ്ടു നോക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എങ്കിലും നമുക്ക് കാണാണ്ട് പറയാലോ. ഒരു ഗൈസ്, ആഡ് ഓക്കെ ഗൈസ്, തുടങ്ങി. ബാ ഹെയർ ആഡാ, വീണ്ടും ആഡ്. கோடினா எவ்வளோ சார்? ஒரு கோடின்னா எவ்வளோ சார்? ஓயிலுங்கிறது சாதாரண விஷயம் இல்லை. ஆள்ற அரசாங்கத்தையே தூக்கி அடிச்சுட்டு புது அரசாங்கத்தை உருவாக்குற பவர்ஃபுல்லான விஷயம். எனக்கு வேணும் சித்தப்பாஜி. இந்த நாட்டுல பணமும் பவரும் தான் வேலை செய்யுது. நீதி நியாயம் ഇത് നാഗാർജുന എന്തോ ഓഫീസറാണെന്ന് തോന്നുന്നു. റൈഡൊക്കെ ചെയ്യുന്ന ഓഫീസർ. இவனை வச்ச வாயை திறந்தீங்க கொன்னே போட்டுருவேன். ഓ, அவங்க மேல கை வைக்கிற வேலை வச்சுக்காதீங்க. என் பேர் தீபக். ഓ, ധനുഷിനെ നന്നാക്കി എടുക്കുന്നത് പുള്ളിയാണ്. எதுக்குடா என் பின்னால வந்து உயிரை வாங்குற? எனக்கு உங்களை தவிர யாரும் தெரியாது மேடம். உன் சாவு நீ சாவு, என் சாவு நான் சாவுறேன். சாக வேணாம் மேடம், பழச்சு என்ன பண்றது? வாழ்றதுக்கு தான் பொழைக்கணும். ஒண்ணு தெய்வ எங்க இருக்கான்னு சொல்லு. എന്തോ സംഭവം ഉണ്ട്. பிச்சைக்காரங்களுக்கெல்லாம் அட்ரஸ் எங்க இருக்கு? அவனை எப்படி கண்டுபிடிக்கிறது? ஒரு பிச்சைக்காரன் கவர்மெண்ட் ரிஸ்கிலே கொண்டு வந்து நிறுத்தியிருக்காங்க. இறக்கம் காட்டுறது நல்லதுதான் தீபக்ஜி, ஆனா அது கொஞ்சம் கொஞ்சமா உங்களையே கொன்னுடும். സുനൈനയൊക്കെ ഉണ്ടല്ലോ ഗൈസ്, പണ്ടത്തെ നടി. பணம் நாகார்ஜுனோட wife. எல்லாம் அவங்க கையில தான் இருக்கு. இந்த உலகம் பூரா அவங்க தான். இந்த உலகம் அவங்களோடது மட்டும் இல்லை மேடம், ധനുഷിന്റെ അഭിനയ വിഷയം. உலகமும் இதுதான். ധനുഷ് പണ്ടേ കില്ലാടി. சொன்ன காசு போலீஸ் எதுவுமே அவங்க கிட்ட இருக்காது. பார்த்துக்கிறேன். அப்படின்னா ശേഖർ കമുലാസ് ബേസ് ഫാനിന്റെ കൂടെ ആയിട്ട് കൊള്ളാം. ട്രെയിലർ എന്തോ സംഭവം, എന്തോ വലിയ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പിച്ചക്കാരനെ കാരണം ഫുൾ ഗവൺമെന്റ് ഇപ്പം ഇതിൽ നിൽക്കുവാണ് എന്നൊക്കെ. അപ്പൊ എന്തായാലും വലിയൊരു സംഭവമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഓയിലിനെ കുറിച്ചൊക്കെ പറയുന്നു കേസ്. ഒരുപാട് ക്യാഷിന്റെ ഉടായ്പിനെ കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ കുറച്ചും കൂടെ സീരിയസ് വെർഷൻ ആയിരിക്കും കേസ്. ഇത് കുറെ കൂടെ സീരിയസ് ആയിരിക്കും ഈ പടം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം കാണാൻ പോകുന്ന ഒരു അപ്രോച്ച് ചെയ്യുക. എനിക്കൊന്ന് June 20, അതെ June 20 കേസ് റിലീസ് ചെയ്തത്. ഇപ്പം അടുത്ത് തന്നെ റിലീസുള്ള ഒരു പടമാണ്. അപ്പം നിങ്ങൾ എന്തായാലും അപ്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പടമാണെന്ന് വിചാരിച്ച് മാത്രം അപ്രോച്ച് ചെയ്യുക. അല്ലാതെ ധനുഷിന്റെ പാട്ടൊക്കെ ഉണ്ട് കേസ്. ധനുഷിന്റെ ഡാൻസിനൊക്കെ കാണും. ഡാൻസിനുള്ള സംഭവമൊക്കെ പാട്ടിനെങ്കിലും അവർ വെച്ചിരിക്കും. പിന്നെ ധനുഷിനെ അറിയാം. ധനുഷ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫുൾ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാം കില്ലുമാണ് കേസ് പുള്ളി. അപ്പം അതൊക്കെ നോക്കുക കേസ്. നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രം പുള്ളിയുടെ പടത്തിന് കയറുക. അപ്പോൾ ഇതിനെന്തായാലും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു, കിട്ടുമായിരിക്കും. കാരണം ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ സെയിൽസിനൊക്കെ മുമ്പ്, ടിക്കറ്റ് സെയിൽസിന് മുമ്പ് തന്നെ ഒരുപാട് റിവ്യൂ സെയിൽസ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഹാപ്പിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. നാഗാർജുന നല്ലൊരു റോളിലാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പുള്ളി എങ്ങനെ കത്തുന്നു, പുള്ളി അങ്ങനെ തമിഴിലേക്കൊക്കെ വരുവാണ് കേസ്. തമിഴ് പടമാണോ ഇത്? തെലുങ്കാണെന്ന് തോന്നുന്നു ആക്ച്വലി. തെലുങ്കിലേക്ക് എനിക്കത് ബാക്കിയുള്ളവർ തന്നെ തെലുങ്കാണ്. ധനുഷ് മാത്രമേ ഉള്ളൂ തമിഴിൽ നിന്ന്. അപ്പോൾ ഈ തെലുങ്ക് പടം പാൻ ഇന്ത്യനായിട്ട് തമിഴിലും എല്ലാത്തിലും ഇറക്കിയതാണെന്ന് തോന്നുന്നത്. ധനുഷ് വിഷയം. ഇനി നമ്മുടെ നാഗാർജുന അറിയാലോ കേസ്, കില്ലാണ് പുള്ളി കില്ലായിട്ട് അഭിനയിക്കും കേട്ടാ. പിന്നെ രശ്മിക മന്ദാനെ സൂപ്പറായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിക്കാരി അത്ര ഓവറാക്കിയിട്ടൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് കണ്ടിട്ട്. പുള്ളിക്കാരി സീരിയസ് റോളൊക്കെ നല്ലപോലെ ചെയ്യും കേസ്. അതുപോലെ തന്നെ വേറെ പുള്ളിയും നല്ലതായിരുന്നു കേട്ടോ. പുള്ളി എന്തോ റിച്ച് കോർപ്പറേറ്റ് മൈൻഡ് അങ്ങനത്തെ ഒരാളാണെന്ന് തോന്നുന്നു. ഒരുപാട് പേരൊക്കെ ഉണ്ട് കേസ്. അപ്പം തെലുങ്ക് തമിഴ് പടമായതുകൊണ്ട് ബൈലിംഗിലായിരുന്നു. പിന്നെ ഒരു
ഇപ്പൊ പടം അറിയില്ല, എല്ലാം പാൻ ഇന്ത്യൻ ആണ്, അതുകൊണ്ട് പാൻ ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഇറക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.